ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു മുഖമാണ്. നമുക്കൊക്കെ കൗതുകമുള്ള ഒരു കാഴ്ചയായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പേരും മുഖവും. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. പാമ്പുകളുടെ തോഴി. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആരുടെ മുഖം മനസ്സിൽ ഓർമ്മ വരുന്നത്? എനിക്കാണെങ്കിൽ അത് തിരുവനന്തപുരം പരുത്തിപ്പള്ളി റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ GS റോഷ്നിയുടെ മുഖമാണ്. പാമ്പിനെ കണ്ട സ്ഥലത്ത് റോഷ്നി എത്തിയെന്നറിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു ആശ്വാസമാണ്. കാരണം റോഷ്നി പാമ്പിനെ പിടിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ. വനിതാ കമ്മീഷന്റെ ഇത്തവണത്തെ സ്ത്രീ ശക്തി പുരസ്കാരം റോഷ്നിക്ക് ജനസേവനത്തിനുള്ള അംഗീകാരം കൂടിയാണ്. ഒരു ഫോൺ വിളി മതി, റോഷ്നി ഓടിയെത്തും. പിന്നെ പാമ്പിനെ പിടികൂടിയേ മടങ്ങും. നിമിഷ നേരം കൊണ്ട് ശാസ്ത്രീയമായി പാമ്പിനെ ചാക്കിലാക്കും. വിതുര പേപ്പാറയിൽ മരുതൻമൂട് ജനവാസ മേഖലയിൽ കണ്ടെത്തിയ രാജവെമ്പാലയെ 6 മിനിറ്റിൽ പിടികൂടിയാണ് റോഷ്നി ജനശ്രദ്ധ നേടിയത്. ആദ്യമായി ഫീൽഡിൽ നിന്നും ഒരു രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്യുന്ന സ്ത്രീ എന്ന അംഗീകാരവും റോഷ്നിക്കുള്ളതാണ്. ശരിക്കും ആ രാജവെമ്പാലയെ കണ്ടാൽ തൊഴുവും ഞാൻ. കാരണം അതാണ് എൻ്റെ ജീവിതം ഇത്രത്തോളം മാറാൻ കാരണം. ഒരു കണക്കിന് പറയുവാണെങ്കിൽ അവസരം അതിനു മുന്നേ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതും ഒരു സ്ത്രീ ആയതുകൊണ്ട് സംഭവിച്ച കാര്യം തന്നെയാണ്. എനിക്കിതിന് മുന്നേ ഒരു അവസരം കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരുമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. 2017 വനംവകുപ്പിൽ ജോലി ലഭിച്ചത്. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ് സേവനം. ഏത് പ്രതികൂല സാഹചര്യത്തിലും പാമ്പുകളെയും വന്യമൃഗങ്ങളെയും രക്ഷിച്ച് വനത്തിലേക്ക് അയച്ചിട്ടുണ്ട്. 176 പെരുമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കൂടി 1000-ഓളം പാമ്പുകളെ വെനമസ് നോൺ വെനമസ് എല്ലാം കൂടി റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പാമ്പ് മാത്രമല്ല, ഞാനിപ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ടീമിൽ RRTയിലാണ്, ദ്രുതകർമ്മ സേനയിലാണ്. അപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ പുറത്തിറങ്ങുന്ന വന്യജീവികളെ എല്ലാം വളരെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് വനത്തിനുള്ളിൽ കൊണ്ടുവിടാൻ കഴിയുന്നുണ്ട്. സമൂഹത്തിൽ മാതൃകയായ വനിതകൾക്കുള്ള വനിതാ കമ്മീഷന്റെ ഇക്കൊല്ലത്തെ സ്ത്രീശക്തി പുരസ്കാരവും റോഷ്നിയെ തേടിയെത്തി. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു അവാർഡാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന്. അപ്പോൾ അത് സർക്കാരിനോടും വനിതാ കമ്മീഷനോടും തീർത്താൽ തീരാത്ത സ്നേഹവും നന്ദിയും ഉണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കടന്നുവരാൻ മടിക്കുന്ന മേഖലയിലൂടെ സധൈര്യം കടന്നുവന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരു പബ്ലിക് സർവന്റ് എന്ന നിലയിൽ സമൂഹ സേവനത്തിലൂടെ റോഷ്നി കാഴ്ചവെക്കുന്നത്. ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.